നമസ്കാരം ആർ പി. നമസ്കാരം. ജമാഅത്തെ ഉലമ ഹിന്ദ് JUH ആ സംഘടന രാജ്യത്തിന് ആവശ്യമാണോ എന്നുള്ളൊരു ചോദ്യം നിൽക്കട്ടെ. ഈ ഭീകരവാദികളെ എല്ലാ തരുണത്തിലും പിന്തുണയ്ക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അവരുടെ കേസ് വാദിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഒരു ഭീകരവാദ ആക്രമണം ഭാരതത്തിൽ നടന്നാൽ, ഇപ്പോൾ മുംബൈ ഭീകരാക്രമണം, അതിനെതിരെ ഇസ്ലാമിനെ അപമാനിക്കുന്നു എന്നുള്ള രീതിയിൽ കോടതിയെ സമീപിക്കുന്നതാണെങ്കിലും, അജ്മൽ കസബിന് വേണ്ടിയിട്ട് നേരിട്ടോ അല്ലാതെയോ ഇടപെടുന്നതാണെങ്കിലും, ഇത്തരത്തിലുള്ളൊരു സംഘടന ഭാരതത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു നിയമപരമായിട്ടുള്ള സാധുത, സാമൂഹികമായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ച് ആർപിയോടൊന്ന് ചർച്ച ചെയ്യണമെന്ന് തോന്നി. അതാണ് അല്ല, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അത് ജമാഅത്തെ ഉലമ ഹിന്ദ് എന്ന് പറയുന്ന ഒരു സംഘടന ഒറ്റയ്ക്കൊന്നുമല്ല ഇത് ചെയ്യുന്നത്. ഇവിടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൽ ഒരു ജനാധിപത്യമുണ്ട്, നമ്മുടെ ഇവിടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അവരവർക്ക് അവരവരുടെ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതെല്ലാം വലിയ തോതിൽ ദുരുപയോഗം ചെയ്യുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ അത് ഒരു പടിയൂടെ കടന്ന് ഇവിടുത്തെ ഭീകരവാദത്തെയും അതിതീവ്രവാദത്തെയും അക്രമത്തെയും പോലും വെള്ളപൂശാനോ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഇക്കോസിസ്റ്റമായിട്ട് ഇത് വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ജമാഅത്തെ ഉലമ ഹിന്ദ് എന്ന് പറയുന്ന ഒരു സംഘടന മാത്രമൊന്നുമല്ല, അതൊരു വലിയ ഇക്കോസിസ്റ്റമാണ്. ഇപ്പോൾ ജമാഅത്തെ ഉലമ ഹിന്ദിനെ കുറിച്ച് മനോജ് ചോദിച്ചുകൊണ്ട്, ഇത് വളരെ പഴയ സംഘടനയാണ്. ഭാരതത്തിൽ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും വലിയ അനുയായി വൃന്ദമൊക്കെ ഉള്ള ഒരു സംഘടനയാണ്. അത് ഇടയ്ക്ക് പിളർന്നു പോവുകയും പിന്നീട് രണ്ടാമത് ഒരുമിച്ച് 12 വർഷമോ ഏതാണ്ട് കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം വിഭജനത്തിൻ്റെ കാലത്തും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ സംഘടനയാണ്. അവർക്ക് അവരുടേതായ ഒരു ഐഡിയോളജി ഉണ്ട്. അവർ പറയുന്ന ഇപ്പോൾ ഭാരത വിഭജനത്തെക്കുറിച്ച് തന്നെ അവരുടെ ചിന്തിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത്, ഇത് ഭാരതത്തിനുള്ളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടി ഒരു കരാറുണ്ടാക്കി, അല്ലെങ്കിൽ അവരുടെ പരസ്പര ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സെക്യുലറായി എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ ഒരു വലിയ അപകടമുണ്ട്. ഒരു കരാറാണെങ്കിൽ ആ കരാർ റദ്ദാക്കാനും സാധിക്കേണ്ടതാണ്. അപ്പോൾ അത്തരം ചില വിചിത്ര ചിന്തകളൊക്കെ ഉള്ള സംഘടനയാണ്. സംഘടനകൾക്ക് എന്തു ആവട്ടെ തന്നെ, അവർ മതസ്ഥാപനങ്ങൾ നടത്തട്ടെ, പിരിവ് നടത്തട്ടെ, അവർ ആതുരാലയങ്ങൾ ഉണ്ടാക്കട്ടെ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യട്ടെ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ വിഷയം, എനിക്ക് തോന്നുന്നത് മനോജ് അതുകൊണ്ടാണ് ഈ വിഷയം എടുത്തു ചോദിച്ചത്, ഈ ടെറർ സംഘടനകളെ അല്ലെങ്കിൽ ടെററിസ്റ്റുകളെ, ടെറർ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ, ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ഇവർക്ക് നിയമസഹായവുമായിട്ട് ഇവരെന്തിനാണ് പോകുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ കാരണം എനിക്ക് തോന്നുന്നത് 2008 ഗുജറാത്തിലുണ്ടായ, അഹമ്മദാബാദിലുണ്ടായ മൾട്ടി സ്ഫോടനങ്ങൾ അല്ലേ, മലയാളികൾ ഉൾപ്പെടെ 2 ഈരാറ്റുപേട്ടക്കാരുടെ ആയ ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള അതാണ്. അതിൽ 38 പേർക്ക് വധശിക്ഷയും 11 പേർക്ക് ജീവപര്യന്തവും കൊടുത്ത ഒരു വലിയ കേസാണ്. ചെറിയതല്ല. 38 പേർക്ക് ഒറ്റയടിക്ക് വധശിക്ഷ കൊടുത്ത കേസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ നിയമ ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ആദ്യമേ പറയുന്നുണ്ട് അപൂർവങ്ങളിൽ അപൂർവമാണ്. ഒരു കാരണവും ഇല്ലാതെ മതവൈര്യം മൂത്ത് ഒരു നഗരത്തിൽ ഈ പറയുന്ന പോലെ നിരപരാധികളായ ജനങ്ങളെ കൊല്ലുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടത് ഒരു സമൂഹത്തിൻ്റെ കടമയാണ്. അപ്പോൾ ആ സമയത്ത് അവർക്ക് ലീഗൽ സഹായവുമായിട്ട് ചെല്ലുന്നു എന്ന വ്യാജേന അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇക്കോസിസ്റ്റം ഇവരുണ്ടാക്കുകയാണ്. ഇത് വെറും നിയമസഹായത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും നമ്മളിവിടെ ഹാദിയ കേസിലൊക്കെ കണ്ടതാണ്. വലിയ തോതിൽ പണപ്പിരിവ്, വലിയ തോതിൽ ഇവർക്കൊരു മൊറയിൽ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. നാളെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് ഇതുപോലെ മതം തലയ്ക്ക് പിടിച്ചിട്ട് ഈ ബഹുസ്വര സമൂഹമൊക്കെ വെറുതെയാണ്, നമുക്കെന്നാൽ ബാക്കിയുള്ളവനെയൊക്കെ അങ്ങ് തീർത്ത് കളയാമെന്നും പറഞ്ഞ് അവനെ ഇറങ്ങിയാൽ അവനുള്ളിൽ ഒരു ആത്മവിശ്വാസമുണ്ട്, ഇതുപോലെയുള്ള ആൾക്കാരുണ്ട് എന്നെ സഹായിക്കാൻ. തീർച്ചയായിട്ടും. അപ്പോൾ അതൊരു വലിയ അപകടമല്ലേ? ആ അപകടത്തിലേക്കാണ് ഇത് പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സംഘടനയെ സർക്കാർ നിയന്ത്രിക്കേണ്ട സമയമായി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഈരാറ്റുപേട്ടയിലെ 2 പയ്യന്മാരുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഈ കേസിൽ ഒരു മലയാളിയായിട്ടുള്ള ജമാഅത്തെ ഉലമ ഹിന്ദിൻ്റെ തന്നെ ആളാണെന്ന് തോന്നുന്നു, എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഒന്ന് ബ്രീഫായിട്ട് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കത് കഴിഞ്ഞിട്ട് ഇത് ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തിൽ നിന്ന്, എൻ്റെ നാടിനടുത്ത് ഈരാറ്റുപേട്ടയിൽ നിന്ന് 1-2 ചെറുപ്പക്കാർ, ഷിബിലി, ഷാദുലി എന്ന് പറയുന്ന ചെറുപ്പക്കാർ തടവറയ്ക്കുള്ളിൽ അകപ്പെട്ടിട്ട് 10-14 വർഷമായി. ചെറുപ്പക്കാരായ കുട്ടികൾ
അവരുടെ കേസ് തെളിയിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാതെ അനന്തമായി നീണ്ടുപോകുന്ന വിചാരണ ഒരുപാട് മുസ്ലിം യുവാക്കൾക്ക് ഇന്ന് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, തീർപ്പ് പറയാത്ത കേസുകളുമായി മഅ്ദനിയും തെറ്റുകാരൻ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്, നിരപരാധി മോചിപ്പിക്കപ്പെടേണ്ടതെന്നുള്ള നീതിയുടെ ബാലപാഠങ്ങൾ പോലും ഇവരുടെ കാര്യത്തിൽ ലംഘിക്കപ്പെടുകയാണ്. ഏതായാലും ജംഇയ്യത്തുൽ ഉലമാ ഹിന്ദ് ഈ വിനീതൻ അതിൻ്റെ സംസ്ഥാന ഘടകം സെക്രട്ടറി കൂടിയാണ്. ഈ കുട്ടികളുടെ കേസ് ഏറ്റവും ഒടുവിൽ ഏറ്റെടുക്കുകയും ഇന്ന് വളരെ ശക്തമായി അതിൻ്റെ വാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ആ കുട്ടികൾക്ക് അനുകൂലമായി വിധി വരാൻ പ്രാർത്ഥിക്കണമെന്ന് അവരോട് ബന്ധപ്പെട്ടവർ നമ്മളോട് വിളിച്ചറിയിക്കുകയും ചെയ്തു. ഏതായാലും ജംഇയ്യത്തുൽ ഉലമ ചെയ്യുന്ന ഇത്തരം നൂറുകണക്കിന് കേസുകൾ ഏറ്റെടുത്തുകൊണ്ട് നിരപരാധികൾക്ക് കേസ് നടത്താൻ വക്കീലില്ലാതെ അകത്ത് പോയാൽ പിന്നെ സ്വയം തെളിയിക്കണമത്രേ. സ്വയം തെളിയിക്കാൻ കൈവശമൊന്നുമില്ലെങ്കിൽ അവൻ അകത്ത് തന്നെ കിടന്നോണമെന്നുള്ള ഈ കാടൻ നിയമം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ വളരെ അർത്ഥവത്തായി ഇടപെടൽ നടത്തുകയാണ് ജംഇയ്യത്തുൽ ഉലമ. അതിൻ്റെ പ്രവർത്തനങ്ങൾ വിജയിക്കുവാനും അതോടൊപ്പം തന്നെ ഇന്നത്തെ വിധി പ്രസ്താവനം ആ കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ 14 വർഷത്തിലധികം 2 സഹോദരങ്ങളാണ്. ആ കുട്ടികൾക്ക്, ചെറുപ്പക്കാരായ കുട്ടികൾക്ക് നഷ്ടപ്പെട്ട ആ ജീവിതം എത്രയും പെട്ടെന്ന് അവർക്ക് മടക്കി കിട്ടുന്ന വിധത്തിൽ അള്ളാഹു അവർക്ക് എത്രയും വേഗം നല്ല മോചനം പ്രദാനം ചെയ്യുമാറാകട്ടെ, അവർക്ക് സ്വാതന്ത്ര്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത് നിങ്ങൾ നോക്കുക. അദ്ദേഹം പറയുന്നത് 2 നിരപരാധികളായ ചെറുപ്പക്കാരാണ്. അവർ മലയാളി, നമ്മുടെ ഈരാറ്റുപേട്ടക്കാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷെ അവർ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ആ ഗ്രാവിറ്റി അദ്ദേഹം മനഃപൂർവ്വം പറയാതിരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നാട് വെറുക്കേണ്ട 2 ചെറുപ്പക്കാരാണ്. അവർ ഈ ചെറുതായിട്ട് ഒരു കേസിൽ ചെന്ന് പെട്ട ആൾക്കാരൊന്നുമല്ല, കൊടും തീവ്രവാദികളാണ്. ഇവരാണ് വാഗമൺ കേസിലെ പ്രധാന പ്രതികളെ, ഇവരാണ് ട്രെയിനിങ് ഒക്കെ കൊടുത്തതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അവരെ സപ്പോർട്ട് ചെയ്ത് പരസ്യമായിട്ട് പ്രസംഗിക്കുകയാണ് ഈ ചെയ്യുന്നത്. അല്ലേ? അതെ, തീർച്ചയായിട്ടും. ആർപി, എൻ്റെ ഒരു ചോദ്യം, ഇപ്പോൾ ആർപി പറഞ്ഞത് നമ്മൾ വെറുക്കപ്പെടേണ്ട, നമ്മൾ ഉപേക്ഷിച്ച് കളയേണ്ട വ്യക്തിത്വങ്ങളാണിവർ, തള്ളിക്കളയേണ്ട വ്യക്തിത്വങ്ങളാണിവർ. പണ്ട് കാലത്ത്, അതൊരു 18-20 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ കൈകൊണ്ട് മരണപ്പെട്ട ഭീകരവാദിയുടെ മൃതശരീരം ഏറ്റുവാങ്ങാൻ വിസമ്മതിച്ച ഉമ്മയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ നിന്നൊരു സമൂഹത്തെ ഇത്തരത്തിൽ പരിവർത്തനം ചെയ്തെടുക്കുന്നതിൽ, മനപരിവർത്തനം ചെയ്തെടുക്കുന്നതിൽ നമ്മള് അത് അല്പം വസ്തുനിഷ്ഠാപരമായിട്ട് തന്നെ അതിനെ ഒന്ന് ചർച്ച ചെയ്യുന്നു. അതായത് ഇപ്പോഴും അങ്ങനെ ഒരു ഭീകരവാദിയായ ഒരാളുടെ മൃതദേഹം കിട്ടിയാൽ ഇതെനിക്ക് വേണ്ട എന്ന് പറയുന്ന അമ്മമാര് ഇപ്പോഴും ആ സമൂഹത്തിൽ ഉണ്ടാവും, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സമൂഹത്തിന്റെ ഒരു മൊത്തത്തിലുള്ള നിലപാട് ഈ തരത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിൽ ഈ സംഘടനകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ജമാഅത്തുൽ ഉലമ ഹിന്ദ് എന്ന് പറയുന്ന സംഘടന 1ഉം 2ഉം കേസുകളല്ല ഇങ്ങനെ ഏറ്റെടുത്തിട്ടുള്ളത്. ഏറ്റവും അവസാനം ദില്ലി ബോംബ് ബ്ലാസ്റ്റില് അൽഫല യൂണിവേഴ്സിറ്റിയുടെ കാര്യം വന്നപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ വേണ്ടി സംസാരിക്കാൻ വേണ്ടി ആദ്യം ചാടി ഇറങ്ങിയത് ഈ സംഘടനയാണ്. അത് കൂടാതെ നേരത്തെ മനോജ് പറഞ്ഞതുപോലെ ഈ മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിലെല്ലാം ഇവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് പെട്ടെന്ന് വായിക്കാം. കൊച്ചിയിലെ, മുംബൈയിലെ, അതേപോലെ രാജസ്ഥാനിൽ ഒക്കെയുള്ള കേസുകളുമായിട്ട് ഇവരാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ചിന്നസ്വാമി സ്റ്റേഡിയം ബോംബ് ബ്ലാസ്റ്റ് കേസ് ഓർക്കുന്നുണ്ടല്ലോ. അതുപോലെ ഇന്ത്യൻ മുജാഹിദിന്റെ മഹാരാഷ്ട്രയിലെ അഫ്സൽ ഉസ്മാനി എന്ന് പറയുന്ന ആളുടെ കേസ്, സവേരി ബസാർ സീരിയൽ ബ്ലാസ്റ്റ് കേസ്, സിമി കോൺസ്പിറസി കേസ് മധ്യപ്രദേശിലെയാണ്, ജമാ മസ്ജിദ് ബ്ലാസ്റ്റ് കേസ്, ദില്ലി സ്റ്റേറ്റ് ഖത്തിൽ സിദ്ദിഖി എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രതി ചേർക്കപ്പെട്ടത്. ഇന്ത്യൻ മുജാഹിദിന്റെ മറ്റൊരു കേസ് യാസിൻ ഭട്കലുമായി ബന്ധപ്പെട്ട കേസാണ്. അപ്പം ഇങ്ങനെ നിരവധി കേസുകൾ, ഇതൊന്നും മാത്രമല്ല, ഔറംഗാബാദിലെ ആയുധക്കടത്ത് കേസ്, അതേപോലെ 2011 മുലുന്തിലുണ്ടായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലൊക്കെ ഉണ്ടായ സീരിയൽ ആക്രമണങ്ങൾ, ഈ കേസുകളെല്ലാം ഇവരാണ് ഏറ്റെടുക്കുന്നത്. ഇവർ അതിന് നിയമസഹായം കൊടുക്കുകയാണ്. ഇപ്പം 2008 ഈ കേസിൽ 2022 തോന്നുന്നു വിധി വന്നത്, ഇല്ലേ? സ്പെഷ്യൽ കോടതിയുടെ വിധി വന്നത്. ആ വിധിയിലാണ് ഇത് അംഗീകരിച്ചത്, വധശിക്ഷ അംഗീകരിച്ചത്. അപ്പോൾ തന്നെ ആദ്യം ചാടി ഇറങ്ങിയത് ഇവരാണ്. അപ്പൊ ഇവരുടെ വേറൊരു കാര്യം കൂടെ ഉണ്ട് മനോജ്. ഇപ്പൊ ഇതിനകത്ത് ഒന്ന്, തീവ്രവാദത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം സമൂഹത്തെ ഇവർ സൃഷ്ടിക്കുന്നത് 1. 2, ഇതിന്റെ പേരിൽ പണം പിരിക്കുന്നുണ്ടാവണം, അല്ലെങ്കിൽ ഇതൊരു ബിസിനസ് ആയിരിക്കുമല്ലോ ആ അർത്ഥത്തിൽ. ഇനി അതിലും പ്രധാനപ്പെട്ട 3ാമത്തെ കാര്യമുണ്ട്. ആ 3ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ഭീകര സംഘടനകൾക്ക് സമൂഹത്തിനുള്ളിൽ ഇവരെ ഒരു ലെജിറ്റിമസി ഉണ്ടാക്കി കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ചെറുപ്പക്കാരെല്ലാം വഴി തെറ്റിപ്പോയ ആൾക്കാരാണ്.
ഇനി അതിലും ഭീകരമായ ഒരു കാര്യം പറയാം. ഇവർ ജുഡീഷ്യറിയെ വിമർശിക്കുന്നുണ്ട്. പലപ്പോഴും ഇവരുടെ നേതാക്കന്മാർ ഈ ജുഡീഷ്യറിയുടെ വിധികൾ വരുമ്പോൾ ആ വിധി എതിരാണ് എന്ന് പറയുമ്പോൾ വെറുതെ ജുഡീഷ്യറിയുടെ ആ വിധിയെ വിമർശിക്കുകയല്ല, മറിച്ച് അതിനപ്പുറം ഉള്ള സൂചനകൾ നൽകി തന്നെ. സൂചനയല്ല, പരസ്യമായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരികയായിരുന്നു. ബാബറി മസ്ജിദ് വിധിയുടെ സമയത്ത് ഇവരുടെ ഒരു പ്രസ്താവനയുണ്ട്, സുപ്രീം കോടതി ആ പേരിന് അർഹരയല്ല. അപ്പൊ ഇതൊക്കെ എന്തിനാണ് ഒരു ഭരണകൂടവും ഇവിടുത്തെ ഇന്ത്യൻ ജുഡീഷ്യറിയും ഇത് സമ്മതിച്ചു കൊടുക്കുന്നത് നമ്മൾ ആലോചിക്കണം. തന്നെയുമല്ല, അവർ അതിന്റെ കൂടെ ഒരു കാര്യം കൂടിയുണ്ട്. ഒരു ഇൻസൈറ്റിംഗ് എന്ന് പറയുന്ന പോലെ, ഒരു കലാപത്തിന് തയ്യാറാകുമെന്ന് പറയുന്ന പോലെ സുപ്രീം കോടതി ആ പേരിന് അർഹരയല്ല. ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകൾ തുടർന്നാൽ വലിയ ജിഹാദ് ഉണ്ടാകുന്ന ഒരു പ്രസ്താവന. അതെനിക്ക് ഓർമ്മയുണ്ട്, അടിച്ചമർത്തൽ ഉണ്ടായാൽ ജിഹാദ് നടത്തും. അതിനെ ഈ സുപ്രീം കോടതിയുമായിട്ട് ചേർത്താണ് അവർ പറയുന്നത്. അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സെക്യുലർ ആയിട്ട് പോകുന്നതെന്നൊക്കെ പറയുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്. എന്തായാലും ഈ സംഘടനയെ കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇവരുടെ സോഴ്സസ്, ഫിനാൻഷ്യൽ സോഴ്സസ്. കാരണം ഭീകരവാദത്തിന്റെ മറുവശമാണ് അതിന്റെ ഫണ്ടിങ്. ഫണ്ടിങ് ഇല്ലാതെ ഭീകരവാദമില്ല, ഭീകരവാദത്തിന് ഫണ്ടിങ് എപ്പോഴും കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. ഇവരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുന്ന ഒരു കോൺട്രഡിക്ഷൻ എനിക്ക് പറയാനുള്ളത്, ഇവർ എപ്പോഴും പറയുന്നത് ഒരു യഥാർത്ഥ മുസ്ലിമിന് ഇങ്ങനെയുള്ള തീവ്രവാദത്തിലൊന്നും ഇടപെടാൻ പറ്റില്ല, ചെയ്യില്ല, അയാൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് ഇവരെല്ലാം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഭീകരവാദത്തിൽപ്പെട്ട ഇന്ത്യൻ ജുഡീഷ്യറി തെറ്റുകാരെന്ന് കണ്ടെത്തിയ ആൾക്കാർ യഥാർത്ഥ മുസ്ലിം അല്ലല്ലോ. അപ്പോൾ പിന്നെ അവർക്ക് വേണ്ടി എന്തിനാണ് ഇവർ പണം പിരിക്കാനും കേസ് നടത്താനും പോകുന്നത്? അവിടെയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ RP നമ്മൾ നേരത്തെ കാണിച്ച വീഡിയോയിലുള്ള ആ വ്യക്തി പറയുന്നത് പോലെ അവർ നിരപരാധികളാണെന്ന് ഇവരങ്ങ് പ്രഖ്യാപിക്കുക. ജുഡീഷ്യറി എന്ത് പറഞ്ഞാൽ അവർ നിരപരാധികളാണ്, അതുകൊണ്ട് ഞങ്ങൾ രക്ഷിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളൊരു പൊതുബോധം അവരുടെ സമൂഹത്തിന്റെ ഇടയിൽ സൃഷ്ടിക്കാൻ ഒറ്റ കാര്യമുള്ളൂ മനോജ്. ജമാഅത്തുൽ ഉലമയുടെ നാഷണൽ ലീഡർ, അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് എന്തോ അർഷാദ് മദനി എന്ന് മറ്റാണ്, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, മുസ്ലിം ചെറുപ്പക്കാരുടെ ജീവിതം നശിപ്പിക്കാൻ തീവ്രവാദത്തെ ഒരു ഉപകരണമാക്കുന്നു എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ആരാണ് ഉപകരണമാക്കുന്നത്? ഭരണകൂടമാണ് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അതായത് ഭരണകൂടം ഭീകരത എന്നുള്ള ഒരു വിഷയം പിടിച്ച് പല മുസ്ലിം ചെറുപ്പക്കാരുടെയും ജീവിതം നശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. കോടിക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ ഇവിടെ മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്, അവരുടെ ആരുടെയും ജീവിതം നശിക്കുന്നില്ല. ഇത്തരം പണിക്കിറങ്ങുന്ന ആൾക്കാർക്ക് എവിടെ വെച്ചെങ്കിലും അവർ പിടിക്കപ്പെടുകയാണ്. അതിന് ബാക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് ഭരണകൂടത്തിനും അറിയാം, നിയമത്തിനും അറിയാം. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇയാൾ സംസാരിക്കുന്നത്. ഇയാൾ പറയുന്നത് ഇങ്ങനെ ഒരു ഉപകരണമാക്കി ചെറുപ്പക്കാരുടെ ജീവിതം നശിപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകൂടം എന്നുള്ള ആ ഒരു ആസ്പെക്ട് അങ്ങ് മാറ്റിയാൽ ബാക്കിയെല്ലാം ശരിയാണ്. ഈ ഭീകരവാദമാണ് നിരവധി ചെറുപ്പക്കാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും ജീവിതം നശിപ്പിക്കുന്നത്. അത് ആ സമൂഹം തിരിച്ചറിയുകയാണ് വേണ്ടത്. അതിന് പകരം ആ സമൂഹം ഇവർക്ക് ലെജിറ്റിമസി കൊടുക്കാനും അതിൻ്റെ പേരിൽ പണപ്പിരിവ് ഉണ്ടാക്കാനും അതിൻ്റെ പേരിൽ കേസ് നടത്താനും ഒക്കെ പോകുമ്പോൾ നാളെ വേറൊരുത്തൻ തോന്നാം. കാരണം അന്യമത വിരോധം തലയ്ക്ക് പിടിക്കുന്ന രീതിയിലുള്ള പഠനങ്ങളും വിദ്യാഭ്യാസ പദ്ധതിയും ഒക്കെ കഴിഞ്ഞ് വരുന്ന ഒരുത്തന് ചിലപ്പോൾ നാളെ ഒരു ഇത് തോന്നിയാൽ ഞാനത് ചെയ്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ പുറകെ എന്നെ സഹായിക്കാൻ ആൾക്കാരുണ്ട് എന്ന തോന്നൽ വരുന്നത് വളരെ ഡേഞ്ചറസ് ആണ് ഒരു സിവിലൈസ്ഡ് സമൂഹം. കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചയിൽ RP പറഞ്ഞതുപോലെ, റാഷിദ് അബ്ദുള്ള പറഞ്ഞതുപോലെ, തൃശ്ശൂർ പൂരത്തിന്റെ ഇടയിലേക്ക് വണ്ടി ഇടിച്ചാൽ കയറ്റിയാലും ജമാഅത്തുൽ ഉലമ ചെയ്താലും അവൻ സംരക്ഷണം നൽകാൻ ഇതുപോലെ മൈക്ക് ഉന്തിയ ആൾക്കാർ വെളിയിൽ നിൽക്കുക. തീർച്ചയായിട്ടും അത് വളരെ ഒരു അപകടകരമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത്തരം സംഘടനകൾക്കെതിരെ നടപടിയെടുക്കാത്തത്, ഇത്തരം സംഘടനകൾക്കെതിരെ അന്വേഷണം ഉണ്ടാകാത്തതെന്ന് എനിക്ക് വലിയ അത്ഭുതമുണ്ട് മനോജ്. തീർച്ചയായിട്ടും എന്തായാലും വരും ദിവസങ്ങളിൽ അങ്ങനെ ഒരു നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന്, ഏറ്റവും ചുരുങ്ങിയത് സുപ്രീം കോടതിയുടെ ഭാഗത്തെങ്കിലും ഒരു പരാമർശമെങ്കിലും ഉണ്ടാകേണ്ടതാണ്. ചെറിയ കേസല്ല, മുസ്ലിം തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ട സകല കേസുകളിലും മറ്റേ ആ ഒരു കമലേഷ് തിവാരി എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനെ കൊന്ന കേസുണ്ട്. അതൊരു കൊലപാതകമാണ്, ഒരു സ്ഥലത്ത് നടന്ന ഐസിസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് എന്ന് അത് കണ്ട ഉടനെ ആ കേസിലും ചാടി വീഴാൻ ഇവരുണ്ടായിരുന്നു. അൽഖ്വയ്ദയുമായിട്ട് ബന്ധപ്പെട്ട UP-യിലെ കേസുകളിലും ഇവരുണ്ട്. അപ്പം മതത്തിന്റെ പേരിൽ, ഒരു ഇസ്ലാമിക വീക്ഷണത്തിന്റെ പേരിൽ അന്യമതസ്ഥനെ കൊന്നാൽ അത് സീരിയൽ ബ്ലാസ്റ്റ് ആയാലും കൊലപാതകമായാലും അല്ലാതെ ഇൻഡിവിജ്വൽ കൊലപാതകമായാലും അവരെ സഹായിക്കാൻ ഇവർ ചാടി ഇറങ്ങുകയാണ്. ഇതാരും ചൂണ്ടിക്കാട്ടിയിട്ടില്ല ഇതുവരെ. അത് വലിയൊരു എന്താ പറയുന്ന ഭരണകൂടം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അല്ല. എനിക്ക് തോന്നുന്നത് ഈ ജമാഅത്തെ ഉലമ ഹിന്ദുമായിട്ട് ബന്ധപ്പെട്ട്
അവരെന്തെങ്കിലും പ്രസ്താവന നടത്തുമ്പോൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ ഒരു ചർച്ച നടക്കുന്നതല്ലാതെ തത്വമൈ ന്യൂസ് ആണെന്ന് തോന്നുന്നു ഈ ഒരു വിഷയം ആദ്യമായിട്ട് കയ്യിലെടുക്കുന്നത് തന്നെ. മലയാളത്തിലൊന്നും ഈ ഒരു പേര് തന്നെ പലർക്കും പുതുമയുള്ള പേരായിരിക്കും. ഇത്രയും അപകടകരമായിട്ട് വളരെ ആക്റ്റീവായിട്ട് തന്നെ സംഘടന തന്നെയാണ്. എന്തായാലും ഈ വിഷയത്തിൽ വരും ദിവസങ്ങൾ കൂടുതൽ ചർച്ചകളുമായിട്ട് വീണ്ടും കാണാം ആർപ്പി. കാരണം അത്രയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അപ്പോൾ എന്തായാലും വളരെ നന്ദി ആർപ്പി. നമസ്കാരം.